ഹായ് ഹലോ എല്ലാവർക്കും ജുബൈൽ പണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ തൗഫീഖ്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയൊരു ഗെയിമുമായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഹാഫീസ് ബ്രോ നമ്മുടെ പുതിയ എന്തൊക്കെയോ പരിപാടിയും കൊണ്ട് വന്നിട്ടുണ്ട്. അനീഷ് ബ്രോ എന്താണ് പറയാനുള്ളത്? നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരണം. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് പോകാം. ഹായ് ഹലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം. നമ്മളിവിടെ ചെറിയൊരു മിനി ഫുട്ബോൾ മാച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ റൂമാണ്. നോക്കിയോ, വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു റൂം. നമ്മളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അത് കുറച്ച് നേരമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് കടക്കാം. ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം, ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിൾ ഒന്നും കിട്ടിയില്ല. വലിയൊരു ടേബിൾ എടുക്കും. ഇതാണ് നമ്മുടെ ടർഫ്. ഇതാണ് നമ്മുടെ ടർഫ്. നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ടർഫാണ്. ഇതാണ് നമ്മുടെ ആയുധം. ഇതാണ് ഇത് വെച്ചുള്ളതാണ് നമ്മൾ കളിക്കുന്നത്. കളി എങ്ങനെയാന്ന് പറയാം, എങ്ങനെ സെറ്റ് കളി നമ്മുടെ അനീഷ് ബ്രോ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു ബലൂൺ ഉണ്ട്. ഈ ബലൂണ് നമ്മുടെ മെയിൻ ബോള്. ഞാൻ രണ്ട് ബലൂണുണ്ട്. ഇപ്പൊ രണ്ട് ബലൂണിൽ ഇതുപോലെ കാറ്റ് നടന്നിട്ട് ഒരാൾ അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ട് ഒരാള് നീ കൂടെ തൗഫീഖ് വിടുവാ. മറ്റേ ബലൂണുണ്ട്, വേറെ ബലൂണുണ്ട്. അവൻ പണ്ടേ എങ്ങനെയാണ്. ആദ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ കളി. അതിനകത്ത് ജയിക്കുന്ന ആളുടെ കൂടെ ഞാൻ കളിക്കും. മതി അത്രയൊക്കെ വീർപ്പിച്ചാൽ മതി. അപ്പം ഇത് വെച്ച് ഇപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ബലൂണിൻ്റെ എയർ കൊണ്ട് ബോളിനെ തട്ടി ബോൾ തട്ടി നമ്മൾ ഒരു ഇപ്പം ഇവിടെ ഞാൻ തട്ടി ഈ കുഴി വിടുകയാണെങ്കിൽ എനിക്ക് പോയിന്റ്. നേരെ കുറച്ച് ഓരോ കുഴിയിലിടുമ്പോൾ നമുക്ക് ആരാണ് ജയിക്കുന്നത് തോറ്റ ആൾക്ക് പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിഷ്മെന്റ് അല്ല, നല്ല പണിഷ്മെന്റ്. അടി കൊണ്ട് ചന്തി പഴുകും. നമ്മൾ അങ്ങനത്തെ കളിയാണ് നമ്മള് അങ്ങനെ വേറെ ഒന്നും പരിപാടിയൊന്നുമില്ല. കണ്ടേ, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. തട്ടിക്കളയല്ലേ. അപ്പം ഇങ്ങനെയാണ് കളിക്കുന്നത്. അപ്പം ആദ്യം കളിക്കുന്നത് ഇവർ രണ്ടുപേരായിരിക്കും. പിന്നെ കളിക്കുന്നത് തോക്കുന്നവർക്ക് അതുകൊണ്ടായിരിക്കും അടി. അപ്പം അവർ രണ്ടുപേരും ആദ്യം കളിക്കും. കളിച്ച് ജയിക്കുന്ന ആളുടെ കൂടെ ഞാൻ കളിക്കും. ഓക്കെ, കളി തുടങ്ങാൻ പോവാ. റെഡി, 1 2 3. എടാ അത്രയൊന്നും ഊതി വീർപ്പിക്കണ്ട. എനിക്ക് ജയിക്കണം മച്ചാനെ. ജീവിത പ്രശ്നമാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2. അല്ല നിൽക്കി തോക്കുന്ന ആളെ ഞാൻ അടിക്കുവേ. ഞാൻ റെഫർ ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങി. കൈ വെച്ചോടല്ലേ. വാവുണ്ടൂതല്ലേ. ഊത് പെട്ടെന്ന് കളി. ഊതി വീർപ്പീര്. ഇതൊന്നും ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു കാര്യം പറയട്ടെ. തുടങ്ങി കഴിഞ്ഞാൽ ബോളി തുടരരുത്. ആരാ വേണമെങ്കിൽ ശ്വാസമുള്ളവർ ഊതി വീർപ്പിച്ച് പെട്ടെന്ന് അടിച്ചു തുടങ്ങും. തുടങ്ങിയോ. ഇല്ല, പെട്ടെന്ന് ഇനി ബോളി പിടിക്കരുത്. ഫൗളാ. ബലൂണിന്റെ കാറ്റ് പോയി കഴിഞ്ഞാൽ വേണം ഊതി വീർപ്പിച്ചോണം. കാറ്റുള്ളവർ ജയിച്ചു, അത്രേ ഉള്ളൂ. അതവിടെ നിന്ന് വിട്, അത് അനങ്ങട്ടെ. നിങ്ങൾ രണ്ട് അടി. കൈ കൊണ്ട് തട്ടല്ലേ. കൈ കൊണ്ട്
അടിയോട് തോറ്റ് നമ്മുടെ അനീഷണ്ണനെ ഇത് ചുമപ്പിക്കുകയാണ് എല്ലാരും. എട് ചാട്ട എട്. നിന്നോ. കഴിഞ്ഞു ഒരു റൗണ്ട് കഴിഞ്ഞ് ഒരു റൗണ്ട് കഴിഞ്ഞ് ഇവരലമ്പ. തിരിഞ്ഞേക്ക് കള്ളക്കളിയാണ് അനീഷനെ കളിക്കുന്നത്. പണിഷ്മെന്റ് അടി വേണേ പീപ്പി എടുത്ത് വായി വെച്ചു. അടി കൊടുക്കുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കാം. അടി അടി കൊണ്ടോ ഇല്ലയോ? കൊണ്ടില്ല അടി കൊണ്ടില്ല. ഇതാണ് കണ്ടോ നമ്മള് മാറല്ലേ അവിടെ നിന്നോ. ഇല്ലില്ല തോറ്റ ജയിച്ചാളെ അടിക്കരുത്. ഈ ഒരു കള്ളക്കളിയാ. ഇനിയിപ്പോ ജയിച്ചാള് ഞാനും. ഇനി ആര് വീഡിയോ എടുക്കും? തോറ്റാളെന്നാ നമുക്കാണെങ്കിൽ ഇവിടെ ബൾബൊക്കെ ഉണ്ട്. ഭയങ്കര സെറ്റിംഗ് ആണ്. ഏതാണ്ട് 12,000 രൂപ വരെ വരുന്ന ബൾബാണത്. ഉണ്ടോ? നമ്മള് എങ്ങനെയൊക്കെ പറയാം. കറണ്ടും പോയി. ഓക്കെ കമോ. ഇവിടെ ചെറിയ ചരിവുണ്ട്. കോൺക്രീറ്റ് ഇട്ടാ മതിടാ, കുഴപ്പമില്ലടാ. വീണ്ടും തൗഫീഖ്. നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അമ്മൂമ്മ പഴം കൊണ്ട് ആഫീസറിനെ അടിക്കണം. ഞാൻ പോട്ടെ, വീട് വരെ പോയിട്ട് എവിടെ ഇങ്ങോട്ട് കേറ്. എനിക്ക് ജയിച്ചോണ്ട് എനിക്ക് ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് ഉണ്ട്. ഇവിടെ എനിക്ക് ബാക്കി മികച്ച പ്ലെയറിന് ഇപ്പം ഈ മത്സരത്തിൽ മികച്ച പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് നമുക്ക് ഇന്ന് വൈകിട്ട് പത്തനാപുരം ടൗണിൽ വെച്ച് ഒരു വമ്പിച്ച് സ്വീകരണം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൗഫീഖ് പച്ച ബൾബൊക്കെ കിട്ടി. മിന്നി ബൾബുകൾ. എടി കൊണ്ടോ നൊന്തോ. ഞാൻ ജയിച്ചു നിൽക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് കളിക്കാൻ അറിയത്തില്ല. എന്ത് ഇവനാണ് നമ്മൾ പറഞ്ഞ താരം. പച്ച ബൾബ്. തോറ്റവരും തമ്മിലുള്ള മഹാകളിയാണ്, മഹത്തായ കളിയാണ് നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുക. ഗൈസ്, ഈ മഹത്തായ ആയുധം 6 ചന്തിയിലാണ് കൊള്ളുന്നത്. നമുക്ക് കാണാം. ഇതെന്തോ ബോസ്? ഗൈസ്, അങ്ങനെ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കറണ്ട് പോയി ഗൈസ്, കറണ്ട് പോയി. ഈ അനീഷന്റെ കള്ളക്കളിയാണ് ഗൈസ്. കള്ളക്കളി വെള്ളു കൊണ്ട് തട്ടി കിട്ടിയാണ്. അല്ലേ ബോസ്? കള്ളക്കളി അല്ലേ? ആ ഗൈസ്, അങ്ങനെ വഴുതനങ്ങ പൊട്ടി ഗൈസ്. ഇനി അടുത്ത വെള്ള. ഇതെന്താണ്? സ്റ്റാർട്ട് പറയില്ല. ഓറിയോ മാർക്ക്. എന്താ ആവട്ടെ, നിക്ക് ഞാൻ പറയണം. ഗൈസ്, എന്റെ വാക്കുകൊണ്ട് കളി കറണ്ട് വന്നിട്ടുണ്ട്. ഈഗോ. എന്ത് പാടി ഞാൻ പറഞ്ഞു. സ്റ്റാൻഡൊക്കെ നല്ലപോലെ
തോൽവി പുത്തിരിയല്ലേ, തോൽവി ഞാൻ തോൽവി. നമ്മൾ ഇനി മുന്നോട്ട് വരുമല്ലേ ബ്രോ അല്ലേ? പോടാ. അടി കൊള്ളുന്ന കാര്യം എനിക്കറിയാം. പതിയെ അടിക്കണം. ഇപ്പൊ തോറ്റാണെങ്കിൽ നമ്മൾ 2 അടി കൊടുക്കാൻ പോയാണ്. നാളെ മുതൽ കളിക്കില്ല കേട്ടോ. ഗൈസ് അതുകൊണ്ട് അവിടെ നിന്ന് മാറി ഇത് തടവിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണ് പറയാനുള്ളത് ഗൈസ്? അവിടെ നിന്ന് മാറി ഇത് തടവുന്നു. ഞാൻ നിങ്ങളെ വേണം ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇതാണ് കണ്ടോ തടവിക്കൊണ്ടിരിക്കുന്ന കണ്ടോ. ഇതാണ് അവൈ ഷമുഖി. ഇതാ തോറ്റുള്ള പ്രശ്നം, എടുത്ത് തൂക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല. പോടാ, അതുകൊണ്ട് പോ. അണ്ണ എവിടെ പോയത്? കക്കൂസി പോയില്ല, വ്ളോഗ് എടുത്തോണ്ട് വരും. കളി കഴിഞ്ഞു, കൊണ്ട് പോടാ. നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിലോട്ട്